ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുകുന്ദനോട് അർച്ചന എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. മുകുന്ദൻ അപ്പൊ പറയുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല ചേച്ചി, ചേച്ചിയെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് പറയാണ്. അർച്ചന അപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ലേ, എങ്കിൽ നീ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുമെന്ന് പറയുമ്പോ മുകുന്ദൻ വളരെ വിഷമത്തോടെയാണെങ്കിലും ചേച്ചിയൊന്നും അറിയിക്കണ്ട എന്ന് കരുതി അർച്ചനയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാണ്. പ്രശ്നങ്ങളൊന്നുമില്ല ചേച്ചി, കമ്പനിയിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. പിന്നീട് ചന്ദ്ര വിജയശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, കമ്പനിയുടെ തിരിമറിയുടെ പേരിൽ മുകുന്ദന്റെ കയ്യിൽ വിലങ്ങ് വീഴൂ എന്ന് ചോദിക്കുമ്പോ വിജയശങ്കർ പറയുന്നുണ്ട്, അതിനു തന്നെയാണ് ഞാനും ശ്രമിക്കുന്നത്. പക്ഷേ കമ്പനിയിലെ MD മുകുന്ദനിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിച്ച് ആ പ്രശ്നം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. 10 ലക്ഷം രൂപ അവൻ കൊടുക്കാതിരിക്കണം, എങ്കിലേ ഈ പ്രശ്നം നമ്മുടെ കൈകളിൽ എത്തൂ. കൊടുത്താ പിന്നെ ആ പ്രശ്നം അവിടെ വെച്ച് തീരുമെന്ന് പറയുമ്പോ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, 10 ലക്ഷം രൂപയ്ക്ക് അവന് കൊടുക്കാനുള്ള കഴിവുണ്ടോ എന്ന്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, അച്ഛനെ പോലെ ഒരു ചേച്ചി കൂടെയുള്ളപ്പോ അവന് അതൊക്കെ നിസ്സാരമായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയശങ്കർ അവിടെ നിന്നും പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, മുകുന്ദനെ അപ്പോ അകത്താക്കാൻ കഴിയില്ലേ, പഠിക്കൽ വരെ കൊണ്ടുവന്നിട്ട് കലോടയ്ക്കുന്നത് എങ്ങനെയാണ്, അവനിപ്പോ അകത്താക്കാൻ എന്താണ് ഒരു വഴി എന്നൊക്കെ ചന്ദ്ര അങ്ങനെ ആലോചിക്കുകയാണ്. മുകുന്ദനാണെങ്കിൽ കമ്പനിയിലെ പ്രശ്നങ്ങളെല്ലാം രമ്യയോട് തുറന്നു പറയാണ്. 10 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുമ്പോ രമ്യ പറയുന്നുണ്ട്, ഇതെല്ലാം കേട്ട് എനിക്ക് ആകെ തല പെരുക്കുന്നു മുകുന്ദേട്ട, 10 ലക്ഷം രൂപ നമ്മൾ എങ്ങനെ കൊടുക്കാനാണ്, ഇത് വലിയ ചതിയാണല്ലോ, ഇത് മുകുന്ദേട്ടന്റെ തെറ്റല്ലല്ലോ, പിന്നെ എന്തിനാണ് മുകുന്ദേട്ടൻ 10 ലക്ഷം രൂപ കൊടുക്കുന്നത് എന്ന് രമ്യ ചോദിക്കുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, അക്കൗണ്ട്സിൽ പിഴവ് വന്നത് എന്റെ കാരണം കൊണ്ടാണ്, ഇങ്ങനെ കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, ഒന്നില്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ എല്ലാം നിയമത്തിന്റെ വഴിക്ക് നേരിടണം എന്ന് മുകുന്ദൻ പറയുമ്പോ രമ്യ പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടാണോ അച്ചും അനന്തേട്ടനും അർച്ചന ചേച്ചിയും ചോദിച്ചപ്പോൾ മുകുന്ദേട്ടൻ ഒന്നും പറയാതിരുന്നത്, അവരോടെല്ലാം തുറന്നു പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്, ഞാൻ ഇത്രയും വലിയൊരു സാമ്പത്തിക കെണിയിലാണെന്ന് അറിഞ്ഞാൽ അവരാകെ തകർന്നു പോവും, വെറുതെ എന്തിനാണ് അവരുടെ സന്തോഷവും കൂടി ഞാൻ ഇല്ലാതാക്കുന്നത്, നീ ഇത് ആരോടും പറയണ്ട എന്ന് മുകുന്ദൻ രമ്യയോട് പറയുന്നുണ്ട്. രമ്യ അപ്പൊ ചോദിക്കുന്നുണ്ട്, മുകുന്ദേട്ടൻ അപ്പൊ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മുകുന്ദൻ അപ്പൊ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, കമ്പനിക്ക് 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടം കൊണ്ട് തീരും, എന്റെ ജോലിയും പോവില്ല, നല്ലൊരു ഓപ്ഷൻ തന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ജയിലിലാവേണ്ടതാണ്, നിന്റെ കുറച്ച് സ്വർണങ്ങളുണ്ടല്ലോ ഇവിടെ, അതെടുത്ത് നമുക്ക് പണയം വെക്കാം, പിന്നീട് ക്യാഷ് കിട്ടുമ്പോ നമുക്കത് തിരികെ എടുക്കാം, ഇതിപ്പോ ഇവിടെ ആരോടും പറയണ്ട എന്നൊക്കെ മുകുന്ദൻ പറയുമ്പോ എനിക്ക് സ്വർണമല്ല വലുത്, മുകുന്ദേട്ടനാണ്, നമുക്ക് സ്വർണം പണയം വെക്കാം, എത്രയുണ്ടെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് രമ്യ തന്റെ സ്വർണങ്ങളെല്ലാം എടുത്തുകൊണ്ടുവന്ന് മുകുന്ദന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നാൽ മുകുന്ദനും രമ്യയും സംസാരിക്കുന്നതെല്ലാം പുറത്തു നിന്ന് മറിഞ്ഞു നിന്ന് നോക്കുകയാണ് രുക്കു. ഓഹോ, അപ്പൊ ഈ സ്വർണങ്ങളെല്ലാം പണയം വെച്ച് ക്യാഷ് കൊടുത്ത് ഈ പ്രശ്നം ഒഴിവാക്കാനാണല്ലേ നിങ്ങളുടെ തീരുമാനം, ഇവരുടെ കയ്യിൽ ഇത്രയും സ്വർണങ്ങൾ ഉണ്ടായിരുന്നോ, എന്തായാലും ഇത് ഇപ്പൊ തന്നെ ചന്ദ്ര ചേച്ചിയെ വിളിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞ് രുക്കു അവിടെ നിന്നും പോവുകയാണ്. മുകുന്ദനാണെങ്കിൽ രമ്യയോട് പറയുന്നുണ്ട്, നാളെ തന്നെ നമുക്ക് ഈ സ്വർണം കൊണ്ടുപോയി പണയം വെക്കാം, ഇതുകൊണ്ട് തികയാത്ത ക്യാഷ് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കാമെന്നൊക്കെ മുകുന്ദൻ പറയാണ്. പിന്നീട് രുക്കു ചന്ദ്രയെ വിളിക്കുന്നതിന് മുന്നേ തന്നെ ചന്ദ്ര രുക്കുവിനെ വിളിക്കുകയാണ്. എന്തായി അവിടുത്തെ കാര്യങ്ങൾ, ഇവിടെ പോലീസ് വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, എല്ലാം കൈവിട്ടു പോയല്ലോ ചേച്ചി, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ മുകുന്ദേട്ടന്റെ ജോലിയൊന്നും പോവില്ല, അയാൾ ജയിലിലാവാനും പോകുന്നില്ല എന്ന് പറയുമ്പോ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ബാട്ടുകാര് പണം കൊടുത്ത് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ പോവുകയാണല്ലേ, ഇതിനെക്കുറിച്ച് വിജയേട്ടൻ ഇവിടെ പറഞ്ഞു, പക്ഷെ 10 ലക്ഷം രൂപ മുകുന്ദനെ എവിടെ നിന്നും കിട്ടാനാ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, അതിനാണോ ഇത്ര പ്രയാസം, രമ്യ ചേച്ചിയുടെ സ്വർണം പണയപ്പെടുത്താനാണ് പ്ലാൻ എന്ന് രുക്കു മറുപടി പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, സ്വർണം പണയം വെക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെയെല്ലാം നടക്കും, ഇതിനൊരു വഴിയുണ്ട്, ഞാൻ പറയുന്നത് പോലെയെല്ലാം നീ ചെയ്താൽ മതി, നാളെ അമ്പാട്ടുകാരുടെ കഷ്ടകാലം തുടങ്ങാൻ പോവുകയാണ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം എന്നും പറഞ്ഞ് രുക്കുവിന് തന്റെ പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ് ചന്ദ്ര. പിറ്റേ ദിവസം രാവിലെ തന്നെ രുക്കു തന്റെ സ്വർണങ്ങൾ എടുത്ത് ആരും കാണാതെ അടുക്കളയിലേക്ക് പോവുകയാണ്. മഞ്ജു ആണെങ്കിൽ അവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രുക്കു വരുന്നത്. രുക്കു എന്നിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട്, ചേച്ചി മുകുന്ദേട്ടന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞോ, മുകുന്ദേട്ടന്റെ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസാരമല്ല, അതൊരു വലിയ പ്രശ്നമാണ്, ഇവിടെ എല്ലാവരോടും സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് മുകുന്ദേട്ടൻ, ശരിക്കും എന്താണ് നടന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞ് രുക്കു മുകുന്ദന് ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം മഞ്ജുവിനോട് തുറന്നു പറയാണ്. ഇതെല്ലാം കേട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട്, ശരിക്കും അവൻ ക്യാഷ് അടിച്ചു മാറ്റിയോ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, ആർക്കറിയാം, ഇനി അടിച്ചു മാറ്റിയതാണോ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതാണോ എന്നറിയില്ല, എന്തായാലും കമ്പനിക്ക് മുകുന്ദേട്ടൻ 10 ലക്ഷം രൂപ തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ പണിയും പോവും കേസും ആവും എന്ന് പറയുമ്പോ മഞ്ജു ആകെ ടെൻഷൻ ആവുന്നുണ്ട്.
ചോദിക്കുന്നുണ്ട്. രുക്കു അപ്പൊ വീണ്ടും പറയുന്നുണ്ട് ഈ പ്രശ്നം ഒഴിവാക്കാനായി 10 ലക്ഷം രൂപ കൊടുക്കാൻ രമ്യേച്ചിയുടെ സ്വർണങ്ങളെല്ലാം മുകുന്ദേട്ടൻ പണയം വെക്കാനായി നിൽക്കുകയാണെന്ന് പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട് അതിനു മാത്രം സ്വർണങ്ങൾ രമ്യക്കുണ്ടോ? അത്രയൊന്നും ഇല്ല എന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട് ശരിയാണ്, രമ്യ ചേച്ചിയുടെ സ്വർണങ്ങൾ വെച്ചാൽ 10 ലക്ഷം രൂപയൊന്നും കിട്ടില്ല. 10 ലക്ഷം രൂപ മുകുന്ദേട്ട കൊടുത്തില്ലെങ്കിൽ കമ്പനിയിലെ ജോലി പോവും. അറിഞ്ഞപ്പോ തൊട്ടേ എനിക്ക് നല്ല വിഷമമുണ്ട്. ഒരാളുടെ ജോലിക്കാരിയുമല്ലേ ചേച്ചി, നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് സഹായം ചെയ്യണ്ടേ? ചേച്ചി ഒരു ഉപകാരം ചെയ്യോ എന്ന് ചോദിക്കുമ്പോ മഞ്ജു എടുത്തടിച്ച് പറയുന്നുണ്ട് അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വർണങ്ങൾ എടുത്താൽ അതെന്റെ വീട്ടുകാര് ചോദിക്കും, വീട്ടിൽ ചോദിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോ രുക്കു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ചേച്ചിയുടെ സ്വർണങ്ങൾ കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്റെ സ്വർണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് രുക്കുവിന്റെ കയ്യിലുള്ള സ്വർണങ്ങൾ എടുത്ത് മഞ്ജുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട് ഓ അങ്ങനെയാണോ? സമയത്ത് എന്തുകൊണ്ടും അവരെ സഹായിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് രുക്കു എന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട്. രുക്കു അപ്പൊ പറയാണ് എങ്കിലും എന്റെ സ്വർണങ്ങൾ കൊടുത്താൽ അവര് വാങ്ങില്ല. എന്റെ സ്വർണങ്ങൾ ഞാൻ ചേച്ചിയുടെ കയ്യിൽ തരാം. ചേച്ചി ഇത് ചേച്ചിയുടെ സ്വർണമാണെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ കൊടുക്കണം. ഇതെല്ലാം എന്റെ സ്വർണമാണെന്ന് അവരോട് പറയണ്ട, പറഞ്ഞാൽ അവരത് സ്വീകരിക്കില്ല എന്ന് പറയുമ്പോ മഞ്ജു ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ തന്നെ കൊടുക്കണോ എന്ന്. രുക്കു അപ്പൊ പറയാണ് വീട്ടിൽ ഒരാൾക്ക് പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ സഹായിക്കേണ്ടവരല്ലേ നമ്മൾ. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സ്വർണ്ണമൊക്കെ? ചെയ്ത് പിടിക്കുകയെന്ന് പറഞ്ഞ് മഞ്ജുവിന്റെ കയ്യിൽ ആ സ്വർണങ്ങൾ കൊടുത്തുകൊണ്ട് ഇത് ചേച്ചി കൊണ്ടുപോയി അവർക്ക് കൊടുക്ക്. അറിയാതെയാണ് ഞാൻ ഇത് തരുന്നത്, ചേച്ചി ഇത് ആരോടും പറയരുത്. പിന്നെ മുകുന്ദേട്ടന്റെ കാര്യം നടക്കണ്ടേ എന്ന് രുക്കു പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട് ഞാനിത് ആരോടും പറയില്ല രുക്കു. ഇത്രയും നല്ല മനസ്സുള്ള നിന്നെയാണോ ഇവിടെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്? ചന്ദ്രകാന്തത്തിലെ പെണ്ണുങ്ങളുടെ നന്മ ഇനി എന്നാണാവോ അമ്പാട്ടുകാര് മനസ്സിലാക്കുന്നത് എന്ന് മഞ്ജു പറയുമ്പോ രുക്കു പറയുന്നുണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചേച്ചി ഞാൻ ഇതൊന്നും ചെയ്യുന്നത്, എന്റെ കടമ ചെയ്തു അത്രയുള്ളൂ. ചേച്ചി ഇതെന്തായാലും അവർക്ക് കൊണ്ടേ കൊടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് രുക്കു അവിടെ നിന്നും പോവുകയാണ്. മഞ്ജു ആണെങ്കിൽ തന്റെ കയ്യിലുള്ള ആ സ്വർണങ്ങളെല്ലാം എടുത്തു നോക്കുന്നുണ്ട്. ഇത്രയും സ്വർണങ്ങൾ കണ്ട് മഞ്ജുവിന് ആകെ സന്തോഷമാവുന്നുണ്ട്. ഇത് 7-8 പവനുണ്ടാവുമല്ലോ. നാളെപ്പോ എനിക്കൊരാവശ്യം വന്നാലും രുക്കു ഇതുപോലെ എനിക്കും സ്വർണങ്ങൾ തരുമായിരിക്കുമെന്ന് പറഞ്ഞ് മഞ്ജു ആ സ്വർണങ്ങളെല്ലാം ആ കവറിലേക്ക് തന്നെ വെക്കുകയാണ്. രുക്കു എന്നാൽ പുറത്തുനിന്ന് ഇതെല്ലാം നോക്കുന്നുണ്ട്. പിന്നീട് രുക്കു റൂമിലേക്ക് പോവുകയാണ്. അതിനുശേഷം രമ്യ റൂമിലിരുന്നു കൊണ്ട് തുണികളെല്ലാം മടക്കി വെക്കുകയാണ്. ഇതിൽ തന്നെ രമ്യയുടെ സ്വർണങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. മഞ്ജു എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ രമ്യയോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ വന്നപ്പോ മുകുന്ദന് തലവേദനയായിരുന്നല്ലേ, ഇതെല്ലാം മാറിയോ എന്ന് ചോദിക്കുമ്പോ രമ്യ കുഴപ്പമില്ല എന്ന് പറയാണ്. മഞ്ജു അപ്പോൾ അവിടെയുള്ള സ്വർണം കാണുന്നുണ്ട്. ഇതെന്തിനാ സ്വർണം പണയം വെക്കാൻ വല്ലതുമാണോ എന്ന് ചോദിക്കുമ്പോ രമ്യ പറയുന്നുണ്ട് അതേ പണയം വെക്കാനാണ്, മുകുന്ദേട്ടന് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ടെന്ന് പറയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട് നമ്മുടെ കയ്യിൽ സ്വർണം പൂട്ടി വെച്ചിട്ട് മറ്റുള്ളവരുടെ സങ്കടം കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രുക്കു കൊടുത്ത സ്വർണങ്ങളെല്ലാം മഞ്ജു രമ്യക്ക് കൊടുക്കുകയാണ്. മുകുന്ദൻ സ്വർണം പണയം വെക്കുകയാണെങ്കിൽ ഇതാ ഇതുകൂടി കൂട്ടി വെച്ചോളാൻ പറയൂ, ഇതെല്ലാം എന്റെ സ്വർണങ്ങളാണ്, എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ആവശ്യം നടക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് തരുന്നത്. രമ്യ ഇത് വേണ്ടാന്നൊന്നും പറയരുത്, നീ എന്നെ ഒരു അന്യയെ പോലെ കാണരുത്, നിന്റെ ഏട്ടത്തി തന്നെയല്ലേ ഞാനും. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നൊക്കെ എനിക്കറിയാം, ഞാനെല്ലാം കേട്ടിരുന്നു. മുകുന്ദന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ നിനക്കെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ? അതിലും നിന്റെ സ്വർണം വെക്കുന്ന കൂട്ടത്തിൽ ഇതുകൂടി നീ വെച്ചോ. നിന്റെ മാത്രം സ്വർണം കൊണ്ട് മുകുന്ദൻ ഉദ്ദേശിക്കുന്ന തുക കിട്ടണമെന്നില്ല. പിന്നൊരു കാര്യം അനന്തേട്ടൻ അറിയാതെയാണ് ഞാൻ ഇത് തരുന്നത്, അതുകൊണ്ട് ഈ സ്വർണമെല്ലാം ഞാനാണ് തരുന്നതെന്ന് നീ മുകുന്ദനോടും പറയണ്ട. ചിലപ്പോൾ ഇനി മുകുന്ദൻ അനന്തേട്ടനോട് പറഞ്ഞാലോ, അതുകൊണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നീ കൊടുത്താൽ മതി, അപ്പോൾ പിന്നെ മുകുന്ദൻ അറിയാൻ പോകുന്നില്ല എന്ന് മഞ്ജു പറയുമ്പോ രമ്യ ചോദിക്കുന്നുണ്ട് എന്നാലും ചേച്ചി ഇത് മുകുന്ദേട്ടനോടൊന്ന് പറയണ്ടേ എന്ന് ചോദിക്കുകയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട് മുകുന്ദനോട് പറഞ്ഞാൽ അവന്റെ അഭിമാനം ഇത് വാങ്ങാൻ സമ്മതിക്കില്ല, ഇപ്പൊ നമ്മൾ രണ്ടുപേരും അറിഞ്ഞാ പോരെ എന്നൊക്കെ മഞ്ജു രമ്യയോട് പറയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദൻ വരുന്നത്. മുകുന്ദൻ എന്നിട്ട് മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഏട്ടത്തി കാര്യമെന്ന്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട് ഒന്നുമില്ല, ഇവളെ അടുക്കളയിലേക്ക് കണ്ടില്ല, എന്താണെന്ന് അന്വേഷിക്കാനായി വന്നതാണെന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നുണ്ട്. അതിനുശേഷം മുകുന്ദൻ ബാഗും എടുത്തുകൊണ്ട് ഓഫീസിലേക്ക് പോവാനായി നിൽക്കുകയാണ്. രമ്യയോട് അപ്പൊ ചോദിക്കുന്നുണ്ട് ഏട്ടത്തിയുടെ ചിരിയിൽ എന്തോ പന്തികേടുണ്ടല്ലോ, നീ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ രമ്യ പേടിച്ചുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മുകുന്ദൻ അവിടെയുള്ള സ്വർണങ്ങൾ എടുത്ത് നീ ഇതെന്തിനാണ് ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്നത്, ആരെങ്കിലും കണ്ടാൽ സംശയിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ സ്വർണങ്ങളെല്ലാം കവറിലാക്കി ബാഗിൽ വെച്ചുകൊണ്ട് പോവാനായി നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നു വരുന്നത്. ചിന്നു എന്നിട്ട് പറയുന്നുണ്ട് മുകുന്ദൻ മാമ അമ്മ മാമനെ അന്വേഷിക്കുന്നുണ്ട്, എന്താ കാര്യമെന്നറിയില്ല, അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു എന്ന് ചിന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. മുകുന്ദനാണെങ്കിൽ രമ്യയോട് ഞാൻ ചേച്ചിയോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സ്വർണവും ബാഗും എല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അച്ഛനെയാണെങ്കിൽ തന്റെ അലമാറയിൽ നിന്നും സ്വർണങ്ങളെല്ലാം എടുത്ത് നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് മുകുന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത്. മുകുന്ദൻ എന്നിട്ട് അർച്ചനയോട്
ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി കാര്യം, എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട് ഈ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കല്ലേ, ഇതാ നിന്റെ കയ്യിൽ ഇതാ ഇതുകൂടി വെച്ചോ, നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് പറയുമ്പോ മുകുന്ദൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ചേച്ചി ഇതൊന്നും വേണ്ട എന്ന് പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട് നിനക്ക് കമ്പനിയിലുള്ള പ്രശ്നം നീ എന്താണ് എന്നോട് പറയാതിരുന്നത്, നിന്നോട് ഇന്നലെ സംസാരിച്ചതിന് ശേഷം ഞാൻ നിന്റെ MD വിളിച്ച് സംസാരിച്ചു, MD എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, 10 ലക്ഷം രൂപ നീ എങ്ങനെ ഉണ്ടാക്കാനാണ്, ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് നീ എന്തിനാണ് അത് ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചത്, 10 ലക്ഷം നീ കമ്പനി കൊടുക്കാതിരുന്നാൽ നിന്റെ ജോലി പോവില്ലേ, എന്നെ സഹായിക്കാൻ ഞാനല്ലേ ഉള്ളൂ, എനിക്ക് വലുത് ഈ സ്വർണങ്ങളെല്ലാം നീയാണ്, കൊണ്ടുപോയി വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തിട്ട് നീ ആ ക്യാഷ് കൊടുക്ക് എന്നെല്ലാം അർച്ചന പറയുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട് ഇതെനിക്ക് വാങ്ങാൻ കഴിയില്ല ചേച്ചി ഇത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് വാങ്ങിയതെന്ന് എനിക്കറിയാം, ചിന്നുവിന് വേണ്ടിയല്ലേ ചേച്ചി ഇതെല്ലാം വാങ്ങി വെച്ചത്, ചിന്നുവിന്റെ വിവാഹത്തിന് വേണ്ടി ഇത് ചേച്ചി എനിക്ക് തരണ്ട എന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട് ചിന്നുവിന്റെ വിവാഹത്തിന് ഇനിയും എത്രയോ വർഷങ്ങളുണ്ട്, ഇപ്പോൾ അതൊന്നും നമുക്ക് കാര്യമാക്കണ്ട, നീ ഇത് കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട് അത് വേണ്ട ചേച്ചി, എനിക്കിത് വേണ്ട ചേച്ചി, ഈ സ്വർണങ്ങളെല്ലാം വാങ്ങാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ രമ്യയുടെ സ്വർണങ്ങൾ എടുത്തിട്ടുണ്ട്, അത് മതി, പിന്നെ തികയാത്ത ക്യാഷ് ഞാൻ എന്റെ കൂട്ടുകാരോട് ചോദിക്കാമെന്ന് പറയാണ്. അർച്ചന വീണ്ടും മുകുന്ദന്റെ കൈകളിൽ ആ സ്വർണം വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും മുകുന്ദൻ പറയുന്നുണ്ട് എനിക്കിത് വാങ്ങാൻ കഴിയില്ല ചേച്ചി, എന്നെ നിർബന്ധിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടെ മുകുന്ദൻ അവിടെ നിന്നും പോവുകയാണ്. അർച്ചനയാണെങ്കിൽ തന്റെ സ്വർണങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് മുകുന്ദന്റെ പ്രശ്നങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.